വാങ്ങിച്ചില്ല, പക്ഷെ വാങ്ങിക്കും. ഇന്ന് തന്നെ വാങ്ങിക്കും. പറയാളിയാ, എവിടെന്നാടാ പൈസ കിട്ടിയ? അതൊക്കെ ഉണ്ട്. പറയാളിയാ. ഇല്ല, പറയില്ല. ഓ, അത്രക്ക് ചാടിയാണെങ്കി പറയണ്ട. ഓക്കെ, പറയുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അത് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ പറയുമ്പോ എന്നാളിയാ ഞാൻ പറയാന്ന് പറയില്ലേ, അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. പറ അളിയ പറയടാ, പൈസ എവിടെ നിന്ന് കിട്ടി? അപ്പം തന്നാ? ഇല്ല. അമ്മ തന്നാ? ഇല്ല. ജോലിയും കൂലി ഇല്ലാത്ത നിനക്ക് പിന്നെ ആരുടെ പൈസ തരാൻ? ദാടാ, നീ അതിന്റെ ഇടയിൽ കൂടെ എനിക്കിട്ട് ഉണ്ടാക്കണ്ടാ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിനക്ക് ജോലിയും കൂലി ഇല്ലല്ലോ, പിന്നെ പൈസയുടെ സോഴ്സ് എവിടെന്നാന്ന് ചോദിച്ചതാ. നീ എങ്ങനെ വല്ലാണ്ട് സോഴ്സിനെ പറ്റി അന്വേഷിക്കണ്ട. പറ, നിനക്ക് വല്ല ലോട്ടറി അടിച്ചാ? ഇല്ല. പിന്നെ എങ്ങനെയല്ലേ പൈസ കിട്ടും? നീ എങ്ങനെ ഐഫോൺ വാങ്ങണേ? ശരിക്കും? ആ, ഓക്കെ, എന്നാ ഞാനും പോയി ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ. അപ്പോ ഈ ഫോൺ കൊണ്ട് കാണാം. ചേട്ടാ, യെസ് പറയൂ. ഐഫോൺ എന്താ വില? ഏത് വേരിയന്റ് ബ്രോ? ഐഫോൺ 15 Pro Max. 15 Pro Max 256 GB 1,59,990 രൂപ മാത്രം. ഓ, അത്ര വിലയുണ്ടാ? 15 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 80K സെറ്റ് ചെയ്യാം. 15 വേണ്ട, 15 Pro Max തന്നെ മതി. എന്നൊരു കാര്യം ചെയ്യും, ബ്രോയുടെ എത്ര എടുക്കാനുണ്ടാവും? ബാക്കി നമുക്ക് EMI സെറ്റ് ചെയ്യാം. എന്റെ 2 ലക്ഷം രൂപയുണ്ട്. പിന്നെന്താ ബ്രോ, എടുക്കങ്ങോട്ട്. അല്ല, ഒറ്റയടിക്ക് 1,60,60,000 രൂപ ചേട്ടന് തരുമ്പോ എന്റെ മനസ്സിലൊരു വിഷമം, അതുകൊണ്ട് പറഞ്ഞത് അത്ര വിലയുണ്ടോന്ന്. അത് ശരി, പിന്നെന്തിനാ ബ്രോ ഈ ഫോൺ തന്നെ വാങ്ങുന്നേ? യൂസ് ചെയ്യാൻ ഒരു 25,000 30,000 ഫോൺ വാങ്ങിച്ചാലും യൂസ് ചെയ്യാലോ. അത് പറ്റില്ല, ഐഫോൺ തന്നെ വേണം. അതല്ല, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വെറുതെ കടം വാങ്ങിച്ചിട്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പൈസ ഉണ്ടല്ലോ, കടം വാങ്ങിയതൊന്നല്ല, പൈസ കയ്യിലുണ്ട്. അതല്ല, ഐഫോൺ വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് ഫ്രിഡ്ജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ റീൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ചേട്ടാ. അത് ശരിയാ, അപ്പൊ ഐഫോൺ തന്നെ എടുക്കാം. ഓക്കെ, ഏത് കളർ വേണ്ടേ? ബ്ലൂ ടൈറ്റാനിയം മതി. ഓക്കെ, പേയ്മെന്റ് എങ്ങനെയാ? കാർഡാ ക്യാഷാ? കാർഡ്. ഓക്കെ, ഇതാ ബ്രോ. താങ്ക് യു. നന്ദി, വീണ്ടും വരിക. ഇങ്ങനൊരു 5-6 കൊല്ലത്തേക്ക് ഈ പരിസരത്തേക്ക് ഇല്ല. ശരിയെന്നാ. അതെവിടെ വെച്ചെന്ന് വല്ല ഓർമ്മയുണ്ടാ? എവിടെ വെച്ചെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറയില്ല മനുഷ്യ. അത് ശരിയാ, എന്നാലും അത് എവിടെയായിരിക്കും വെച്ച്? പക്ഷെ എവിടെ വെച്ചതാണെങ്കിലും ഈ വീട്ടിൽ കാണൂലോ. എന്താപ്പാ, എന്താ അന്വേഷിക്കണം? എന്റെ പൊന്നു മോനെ, ഒന്നും പറയണ്ട. നിന്റെ അമ്മയുടെ 5 പവന്റെ താലിമാല കാണാനില്ല. കുളിക്കുന്നത് വരെ അവളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് അവള് പറയുന്നത്. പിന്നെ കാണാനില്ല. എന്നിട്ട് എവിടെ പോവാനാ? ഇതല്ലേ ലക്സ് സോപ്പിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വർണ്ണ ലോക്കറ്റ്. തൽക്കാലം ഇത് വീട്ടിൽ പറയണ്ട, കൊണ്ടുപോയി വിറ്റ് ഐഫോൺ വാങ്ങിക്കാം. യെസ്. നീ എന്തിട്ട് ആലോചിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? യോ മല. ഹലോ ഹലോ അലിയ, കുറച്ച് പൈസ മറിക്കാണ്ടാവോ? എന്തിനാ? ഞാൻ അമ്മ കുറി അടയ്ക്കാൻ പൈസ എടുത്തിട്ടേ സോപ്പ് വാങ്ങി. ആണാ? എന്തിനാ നീ സോപ്പ് വാങ്ങിയേ? നീയല്ലേ പറഞ്ഞു ഇതിന് മാല കിട്ടുന്നു ബെസ്റ്റ്. എന്നിട്ട് എത്ര രൂപയ്ക്ക് സോപ്പ് വാങ്ങി? ഒരു 7,200. എത്ര? 7,200. നീ എന്താ ആനേനെ കുളിപ്പിക്കാനാണ് സോപ്പ് വാങ്ങിയത്? അലിയ, 7,200 രൂപയ്ക്ക് സോപ്പ് വാങ്ങിച്ചാൽ എന്താ? ഇതിന്റെ ഉള്ളിൽ നിന്ന് 5 പവന്റെ മാല കിട്ടില്ലേ? 2 ലക്ഷം രൂപ കിട്ടോ? ലാഭല്ലേ? ഭയങ്കര ലാഭം. അതാണ്, നീ വേഗം പൈസ അയക്കി. ആ, ഇപ്പൊ തന്നെ അയക്കാട്ടാ, നോക്കിയിരുന്നോ? ഇനി മാലയുടെ പൈസ ഇതാക്കാൻ ഞാൻ എവിടെ പോകും കർത്താവ്?